ഏറ്റെടുക്കാൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനേകായിരം കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം നൽകുന്ന അക്ഷരത്തണൽ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അക്ഷര വിസ്ഫോടനത്തിനായി ഒരുങ്ങുന്നു. ഞാൻ മുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അധ്യാപകരും അവർ നിർദ്ദേശം നൽകുന്ന കുട്ടികളും മത്സരിച്ചു മുന്നേറുന്ന ഒരു കാഴ്ചയാണ് വിദ്യാലയത്തിലൂടെ. നമ്മുടെ പ്രതിനിധി ആകാശ് നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ആകാശ് അവിടെ നടക്കുന്നത്? സുഹൃത്തെ, നിങ്ങൾ എങ്ങനെയാണ് ഈ പഠനോത്സവം നോക്കിക്കാണുന്നത്? അതിഗംഭീരമായി. ഞങ്ങൾ ഈ പഠനോത്സവത്തിലെ ഓരോ പാഠഭാഗത്തെയും സ്കിറ്റായും ചെൽക്കാഴ്ചകളായും അവതരിപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഇവിടെ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നഞ്ചിയമ്മയുടെ കലക്കാത്ത എന്ന പാട്ടിലെ ഗോത്ര ഡാൻസാണ് കളിക്കാൻ പോകുന്നത്. പഠനോത്സവവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഒരുക്കങ്ങൾ നിങ്ങൾ തയ്യാറാക്കി? ചെയ്തതാണ്. നമ്മൾ ഇതിന്റെ പ്രാക്ടീസ് കുറെ ദിവസമായി തുടങ്ങി. നമ്മളിപ്പോൾ അത് പഠിച്ചു വന്നിട്ടുണ്ട്. ഈ പഠനോത്സവത്തിന്റെ ലക്ഷ്യം എന്താണ്? വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കാനും വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനുമുള്ള ധൈര്യം ഈ പഠനോത്സവം മൂലം നമുക്ക് ലഭിക്കും. പഠനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായി? നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് ഈ പഠനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മുദ്രിതമായില്ല ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല. അവരുടെ നാമം അതൊരു ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടില്ല. അവരുടെ ജീവിതഗാഥകളാരും പാടി നടന്നില്ല. അവരുടെ പേരുകൾ കൽപ്പാളികളിൽ മുദ്രിതമായില്ല. ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല. അവരുടെ നാമം അതൊരു ഗ്രന്ഥ. പഠനോത്സവത്തിൽ നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? മനസ്സിലേക്ക് ഇളിയുന്ന ഒരു കഥയെ നമ്മൾ സ്കിറ്റ് രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു. പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മ പല ഭാഷയിൽ കുറെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, സംസ്കൃതം, അങ്ങനെയൊക്കെ കുറെ. നിങ്ങൾ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു പാഠഭാഗത്തിലെ ഗ്ലോബാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒരു കുത്തപ്പിനാലും തയ്യാറാക്കുന്നത്. പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് പരിസര പഠനത്തിലെ നാം ജീവിക്കുന്ന ലോകം എന്ന ഒരു ജില്ലാ പാട്ടാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ പഠനോത്സവമായി അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്രാഷ്, റാഷ്, ആഷ്, തീസ്, ഹിസ്, ഈസ്. പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മാഡം ക്യൂരിയുടെ ജീവചരിത്രം സയൻസ് സ്കിറ്റ്. പഠനോത്സവത്തെ കുറിച്ച് എന്താണ് സൗപർണികയ്ക്ക് പറയാനുള്ളത്? ഏറ്റെടുത്ത സ്കൂളിലെ പഠനോത്സവം അതിഗംഭീരമായി നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന വെള്ളി, ശനി ദിവസങ്ങളിലാണ് പഠനോത്സവം നടക്കാൻ പോകുന്നത്. അതിന്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ പഠനോത്സവം ഗംഭീരമായി നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പഠനോത്സവം ഗംഭീരമായി നടക്കും. ഏറ്റെടുക്ക LP സ്കൂളിൽ പഠനോത്സവം ഈ വരുന്ന മാർച്ച് 14-15 തീയതികളായി നടക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മളിപ്പോൾ കണ്ടില്ലേ. കുട്ടികൾക്ക് വേണ്ടിയുള്ള പിന്തുണകൾ എല്ലാവരും നൽകണമെന്ന് ആശംസിക്കുന്നു. 14-15 തീയതികളിൽ ഏറ്റെടുക്ക LP സ്കൂളിലെ അക്ഷരത്തണലിലാണ് പരിപാടി നടക്കുന്നത്. എല്ലാവരും വരണമെന്ന് ആശംസിക്കുന്നു. തിരിച്ചു വാർത്തയിലേക്ക്. വലിയൊരു പ്രതീക്ഷ നന്നായി നടക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.